കാത്തിരിപ്പിന് വിരാമമായി വടകര ട്രഷറി ഓഫീസിലെ 50 വർഷത്തിലധികമായി പഴക്കമുള്ള രഹസ്യനിലവറ തുറന്നു. ജനങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നിലവറ ശൂന്യമായ നിലയിലായിരുന്നു. പുരാവസ്തു വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിലാണ് നിലവറ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കാത്തിരിപ്പിന് വിരാമമായി വടകര സബ് ട്രഷറി ഓഫീസിലെ 50 വർഷത്തിലധികമായി പഴക്കമുള്ള നിലവറ തുറന്നു. പുരാവസ്തു വകുപ്പ് ട്രഷറി അധികൃതരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് രാവിലെയോടെ നിലവറ തുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ജനങ്ങളുടെ സംശയങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഏകദേശം 1 മീറ്റർ നീളവും 3/4 മീറ്ററോളം വീതിയുമുള്ള ഇരുമ്പറയ്ക്കുള്ളിൽ ശൂന്യമായ നിലയിലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത നിലവറയായതിനാൽ പണവും മറ്റമൂല്യ വസ്തുക്കളും ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കറൻസികളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്നതിനായാണ് ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ചിരുന്നത്. പഴയകാലങ്ങളിൽ മോഷണങ്ങളിൽ നിന്നും രക്ഷ നേടാനും പണവും മറ്റു വസ്തുക്കളും സൂക്ഷിച്ചിരുന്നതും ഇത്തരം അറകളിൽ ആയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയറ, വയനാട്, വൈത്തിരി തുടങ്ങി നിരവധി ട്രഷറികളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള നിലവറകൾ സ്ഥിതി ചെയ്യുന്നതായി അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ ടി അബ്ദുൾ റഷീദ് പറഞ്ഞു. ബ്രിട്ടീഷ് കാലത്തെ പൂട്ടുകളാണ് നിലവറയുടെ കവാടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും തിരുവനന്തപുരം ട്രഷറി പുരാവസ്തു മ്യൂസിയത്തിൽ ഇത് സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സത്യത്തിൽ പുരാവസ്തു എന്നുള്ള നിലക്കല്ല, പഴയ കാലങ്ങളിൽ ട്രഷറികളിൽ പണം സൂക്ഷിച്ചിരുന്നത്, വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇത്തരം അറകൾക്കുള്ളിലായിരുന്നു. പിന്നെ കാലങ്ങൾ കൂടിയപ്പോൾ പണത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടപ്പോൾ കൂടുതൽ കറൻസി വരാൻ തുടങ്ങിയപ്പോൾ മറ്റ് മാർഗങ്ങളിലേക്ക് മാറിയതാണ്. പണ്ട് കാലങ്ങളിൽ കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മുമ്പുള്ള താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പുതിയ ട്രഷറികളിൽ, പിന്നെ വയനാട് വൈത്തിരിയിൽ, അങ്ങനെ പല ട്രഷറികളിലും ഇങ്ങനെയുള്ള ഭൂഗർഭ നിലവറ ഇപ്പോഴും ട്രഷറിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ട്രഷറി വകുപ്പിന്റെ ഒരു പുരാവസ്തു മ്യൂസിയം തിരുവനന്തപുരത്ത് ട്രഷറി ഡയറക്ടറേറ്റിൽ വരുന്നുണ്ട്. അപ്പം ട്രഷറിയുടെ അസറ്റ് എന്നുള്ള നിലക്ക് ആ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കാലപ്പഴക്കം കൃത്യമായിട്ട് ഇതിൽ കാണുന്നില്ല. പക്ഷെ മുമ്പുണ്ടായിരുന്ന ഡിണ്ടികൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ചെസ്റ്റ് ഉണ്ടായിരുന്നത്. ട്രഷറികളിലെ ചപ്സ്, ഡിണ്ടികൾ, ഈ 2 കമ്പനികളുടെ ചെസ്റ്റുകളാണ് മുമ്പ് കാലത്ത് യൂസ് ചെയ്തത്. പിൽക്കാലത്ത് ഗോദ്രേജിന്റെ താക്കോലും അതേപോലെയുള്ള പൂട്ടുകളായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യകാലത്തുള്ള ഡിണ്ടികൾ എന്നുള്ള കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ ചെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. മുമ്പുള്ള താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ട്രഷറി, റവന്യൂ, കോടതി, പോലീസ് എന്ന് ഒന്നിച്ച് ചേർന്നിട്ടുള്ള സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഭരണത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ട്രഷറി കെട്ടിടം വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ പുതിയ സ്റ്റോർ റൂം വരുമ്പോൾ ഇപ്പം നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്റ്റോർ റൂമാണ് നിലവിൽ വരുന്നത്. വടകര RDO അൻവർ സാദത്ത്, പുരാവസ്തു ആർക്കിയോളജിസ്റ്റ് ജീവമോൾ, വടകര സബ് ട്രഷറി ഓഫീസർ അജിത് കുമാർ, തഹസിൽദാർ D രഞ്ജിത്ത്, വടകര SI വിനീത് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിലവറ തുറന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.